ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണത്തിന് പറ്റുന്ന അടിപൊളി ഹെയർ സ്റ്റൈൽസ് ആയിട്ടാണ്. എല്ലാവരുടെയും ഒരു പരാതിയാണ് എൻ്റെ ഷോർട്ട് ഹെയർ ആണ്, എനിക്ക് മുടി കെട്ടാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഓണത്തിന് നമുക്ക് അതൊക്കെ മാറ്റിയിട്ട് അടിപൊളിയായിട്ട് നല്ല ഹെയർ സ്റ്റൈൽസ് കിട്ടിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോംബ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നടുക്കുന്നാണ് വകുപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഒരു ഹെയർ സ്റ്റൈലാണ് ബാക്കിലോട്ട് ബൺ കെട്ടുന്നത്. അതെനിക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പം മുടി നടുക്കുന്ന് വകുപ്പെടുത്തിട്ട് ബാക്കിലോട്ട് എല്ലാം ഹെയറും നല്ലതായിട്ട് ചീവി വെക്കുക. എന്നിട്ടൊരു ബുഷ് എടുത്ത് നല്ലതായിട്ട് അത് ടൈ ചെയ്ത് കുറച്ച് പൊക്കി കെട്ടി വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ പൊക്കാൻ വേണ്ട അതിനനുസരിച്ച് നിങ്ങൾ കെട്ടുക. എന്നിട്ട് നമ്മളൊരു ബണ്ണ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബണ്ണ് ആ ഒരു പോണിറ്റെയിലിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളതിങ്ങനെ റൗണ്ടിലാക്കിയിട്ട് ആ മുടി ഒന്ന് നല്ലതായിട്ട് ഒരു വൃത്തിയായിട്ടൊന്ന് ആക്കി വെക്കുന്നുണ്ട്. ദെൻ ആ ഒരു ബുഷ് എടുത്തിട്ട് അതൊന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ സ്ലൈഡോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ദെൻ നമ്മൾ ആ ബാക്കി വരുന്ന ഹെയർ നമ്മളൊന്ന് പിരിച്ച് ഇടയ്ക്കോട്ട് കയറ്റി വെക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂപിൻ വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നല്ലൊരു ഹെയർ ബാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെ മുറുക്കി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. നമുക്ക് ക്ലിപ്പിൻ്റെയോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഹെയർ നിങ്ങൾക്ക് ഇങ്ങനെ വാരി വലിച്ച് കിടക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാകുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ പോയിട്ട് വരുന്നിടം വരെ ഇരുന്നോളും. അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ കണ്ടാലോ. അപ്പോൾ രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിനും ഞാൻ സെൻറ്റർ പാർട്ടീഷൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൈഡ് പാർട്ടീഷൻ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ അല്ലെങ്കിൽ സൈഡ് പാർട്ടീഷൻ എടുക്കാനാണെങ്കിലും അങ്ങനെയാണെങ്കിലും എടുക്കാം. അപ്പം ഞാനിവിടെ സെൻറ്റർ പാർട്ടീഷനാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് ഒരു ചെറിയൊരു പാഡ്മുടി എടുത്തു. ദെൻ സൈഡിൽ നിന്ന് എടുത്ത് പുറകിൽ നിന്ന് എടുത്ത് ദെൻ അത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ട്വിസ്റ്റ് ചെയ്തതിൻ്റെ അകത്തോട്ടാണ് രണ്ടാമത് എടുക്കുന്ന മുടി പിന്നെയും ഞാനൊന്ന് ആക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് എവിടം വരെ വേണോ അത്രയും നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. റിപ്പീറ്റ് നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും കെട്ടുമ്പോഴത്തേക്കിന്. ബട്ട് നമ്മൾ ഇത് വേഗം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേഗം എളുപ്പമാണെന്നല്ലായിട്ട് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ള പാടേ ഉള്ളൂ. ബട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ കെട്ടിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഒരു ടിക് ടോപ്പ് ക്ലിപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 2 ക്ലിപ്പ് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. 2 ടിക് അങ്ങനെ കണ്ടല്ലേ പറയുന്നത്. അപ്പോൾ അത് മാത്രം ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ അതുപോണക്ക് തന്നെ അപ്പുറത്തെ ഭാഗവും അങ്ങനെ തന്നെ കെട്ടി കൊടുക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അപ്പുറത്തെ ഭാഗവും ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്. ഒത്തിരി സ്ലൈഡൊന്നും ഉപയോഗിക്കേണ്ട. ഒത്തിരി സ്ലൈഡ് നമ്മുടെ തല വന്നു കഴിഞ്ഞാൽ അതൊരു രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ആ ചെയ്തതൊന്ന് ചെറുതായിട്ടൊന്ന് ഒത്തിരി പൊക്കണ്ട, ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കുമ്പോഴത്തേക്കിന് അത് കുറച്ചും കൂടെ ഒന്ന് എടുത്ത് നിൽക്കും. ദെൻ ഞാൻ മുടി അഴിച്ചിടുവല്ല, ഞാനൊന്ന് കെട്ടി വെക്കുവാണ് ബാക്കിലോട്ട്. അങ്ങനെ കെട്ടി ഞാൻ വെച്ചിട്ടുണ്ട് നേരത്തെ ചെയ്ത കണക്ക്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് കുറച്ചും കൂടെ ഭംഗിയാവും. കണ്ടോ? ചിലർക്കൊക്കെ ഇങ്ങനെ ഇടാൻ ഇഷ്ടം. അപ്പം ഇതിങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമാകും. ചുമ്മാ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി സൈഡിൽ നിന്ന്. അഴിച്ചിടാൻ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഴിച്ചിടണമെങ്കിൽ അങ്ങനെ അഴിച്ചിടാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒക്കെ അഴിച്ചിട്ട് കേൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം. അടുത്ത് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ നോക്കാം. അതിനും ഞാൻ നടക്കുന്നതാണ് പാർട്ടീഷൻ എടുത്തേക്ക്. നിങ്ങൾക്ക് സൈഡിൽ നിന്ന് എടുക്കാം. അപ്പോൾ അതേ എന്നിട്ട് ഞാൻ തുള്ളി എടുത്തിട്ടുണ്ട് ഹെയർ ഫ്രണ്ടിൽ നിന്ന്. എന്നിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ സ്ലൈഡ് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് മുടി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒരു ചിലപ്പോൾ നെറ്റ് കയറിയവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇടാം. 2 സൈഡ് ഞാനിപ്പോൾ അങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഹെയർ അഴിച്ചിടാം. എൻ്റെ തലയിൽ കുറച്ച് എണ്ണ കൂടുതലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഹെയർ കിടക്കുന്നത്. അപ്പോൾ ഷാമ്പൂ കണ്ടീഷണറോ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് കുറച്ച് ഇതാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് നാലാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. ഇതേ കണ്ടോ? നമ്മളിങ്ങനെ കോലുള്ള ചീപ്പൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെയും നടുക്കുന്നാണ് പാർട്ടീഷൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഈ ഒരു ഹെയർ സ്റ്റൈൽ നടുക്കുന്ന് എടുക്കുന്നതാവും നല്ലത്. കാരണം ഇത് ചെയ്ത് വരുമ്പം എല്ലാം ഒന്നുകണക്കിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നടുക്കുന്നൊരു ചെറിയൊരു പാർട്ടീഷൻ എടുത്തിട്ട് അത് നമുക്കവിടെ മൊത്തത്തിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ഞാൻ അവിടെ കുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെയും ഒരു പാർട്ടീഷൻ എടുത്ത് അങ്ങനെ ചെയ്തിട്ട് പിന്നെയും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിലാണ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ? ഇങ്ങനെ. എന്നിട്ട് ആ ഒരു സ്ലൈഡ് തന്നെയാണ് ഞാൻ ഊരിയിട്ട് അവിടെ കുത്തുന്നത്. അതാകുമ്പോൾ വെച്ചാൽ ആ ഒരു സ്ലൈഡിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ റിപ്പീറ്റായിട്ട് പിന്നെയും പിന്നെ എടുക്കുന്നു. നിങ്ങൾക്ക് എവിടം വരെയാണോ അങ്ങനെ വേണ്ടത് അപ്പോൾ അത്രത്തോളം നിങ്ങൾ അങ്ങനെ പിരിച്ച് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് വരുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു സ്ലൈഡ് എടുത്തിട്ടാണ് കുത്തുന്നത്. എന്നിട്ട് കണ്ടോ? നമുക്ക് എവിടം വരെ വേണോ അവിടം വരെ നമുക്ക് അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചെറുതായിട്ട് അതൊന്ന് പൊക്കി കൊടുക്കാം. ഒത്തിരി പൊക്കല്ല, ഒത്തിരി പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കുക, അവരൊന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട്.
അഴിച്ചിടുന്നവർ കഴിച്ചിടാം. അതുകൊണ്ട് തന്നെ ഞാൻ കെട്ടി വെക്കുവാണെങ്കിൽ എനിക്ക് കെട്ടി വെക്കുമ്പോഴാണ് കുറച്ചുകൂടി വൃത്തി തോന്നുന്നത്. ഈ അഴിച്ചിടുവാണെങ്കിൽ സാധാരണ കേള് ചെയ്യും, അതാകുമ്പോൾ കുറച്ചും കൂടി ഭംഗി കാണും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊക്കെ വെച്ചുകൊണ്ട് ഹെയർ കുറച്ച് അതായിട്ട് കിടക്കുക. അപ്പോൾ ഇതുണ്ട് മൊത്തം ഞാൻ എടുത്ത് ബൺ കെട്ടി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ഹെയർ സ്റ്റൈൽ വന്നിട്ട് കണ്ടു. ഇതും അപ്പോൾ എല്ലാവർക്കും ചേരുന്നതാണ്. ഇപ്പം ഷോർട്ട് ഹെയർ ആണെന്ന് പറഞ്ഞ് ആരും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കെട്ടാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.